അങ്ങനെ അൽഹംദുലില്ലാ 9 മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഡേറ്റ് ആണ്. ഓൾറെഡി ഞാൻ 11:15 അപ്പോയിൻമെൻറ്റ് എടുത്തിന്. ആ ഒരു ടൈം എനിക്ക് എത്താൻ പറ്റിയില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഏകദേശം 11 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കിയിട്ടുണ്ടായിനെ. പിന്നെ ഇതുണ്ടല്ലോ ജസ്റ്റ് 450 രൂപയ്ക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാഗാണ് ഗൈസ്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിക്കോ. നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. അങ്ങനെ ഏകദേശം ഒരു 12 മണി ആവാനായാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ റിസപ്ഷനിൽ പോയിട്ട് ടോക്കൺ എടുത്ത് സത്യം പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് കൂടി നല്ല വെയിറ്റിംഗ് ഉണ്ടായിന്. ഞാൻ 11 മണിക്ക് എടുത്തിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് ആരെങ്കിലും 12 മണിക്ക് വരുമോ? അങ്ങനെയാണെങ്കിൽ വെയിറ്റിംഗ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആരും കുറ്റം പറയാൻ കഴിയില്ല. ഇപ്രാവശ്യം ആണെങ്കിൽ എൻ്റെ സിസ്റ്ററും മോനെയും ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിന്. കാരണം വീട്ടിൽ ഉമ്മയില്ല. കാരണം എൻ്റെ സിസ്റ്റർ കൂടി പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കും എന്നെ പോലെ തന്നെ 9 മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ രണ്ടാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എൻ്റെ ഹസ്ബൻഡ് കാറെല്ലാം പാർക്ക് ചെയ്ത് വരുമ്പം തന്നെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ്. കാരണം കാറ് പാർക്ക് ചെയ്യാൻ വരെ സ്ഥലം ഉണ്ടായില്ല. അത്രയ്ക്ക് റഷ് ചെയ്യണു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു 2 മണി ഒരു ടൈം ആകുമ്പോൾ ഡോക്ടറെ കാണിച്ച്. അപ്പോൾ എനിക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കഴിഞ്ഞ മാസം കുറവാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളൊരു 3 മണി 3:30 ഒരു ടൈം ആകുന്ന സമയത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അൽഹംദുലില്ലാ സ്കാനിങ് കഴിഞ്ഞ് ഒരു പ്രശ്നമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാം നോർമലായിട്ടുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി ഒരുപാട് പേര് ദുആ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കലുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് നെഹദി മന്തിയിലാണ്. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായതിന് കുടൽ കരിയുന്ന അവസ്ഥയായിരുന്നു. കാരണം ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഡോക്ടർ വിളിക്കുമോ അല്ലെങ്കിൽ എന്താ പറയുക സ്കാനിങ്ങിന് പോണ്ടി വരുമോ എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ടൈം ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് കുറേ സമയത്തിന് ശേഷം ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ഫുൾ എന്താ പറയുക തലക്ക് കെട്ടിയ അവസ്ഥയിലേനുള്ളത്. ഗ്യാസ് എല്ലാം കയറിയിട്ട് അവസ്ഥയായിനെ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഇവിടുന്ന് കഴിച്ചത് ഷവായി മന്തിയാണ്. കാരണം ഇവിടുത്തെ ഷവായി മന്തി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അറബിക് ഷവായി മന്തിയും മസാല ഷവായി മന്തിയാണ് കഴിച്ചത്. നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഗ്യാസ് കയറിയിട്ട് മസ്തായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ അങ്ങ് കഴിക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളിവിടെ നെഹദിയിൽ വരികയാണെങ്കിൽ ഈ ഒരു ഫുഡ് എന്തായാലും ട്രൈ ആക്കിക്കോ. അടിപൊളിയാണ്. ഇതിൻ്റെ മസാല വേറെ തന്നെ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. പിന്നെ എടുത്ത് പറയാനുള്ളത് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഈ പ്ലാറ്റ്ഫോംസ് എന്നെല്ലാം എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഡീറ്റെയിൽസും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളും എല്ലാം ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോക്കാന്ന്. എൻ്റെ മോനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സിലിട്ട് നല്ല ഷോ കാണിക്കുന്നുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ബൈ, ടാറ്റാ.